പങ്കെടുക്കാനുള്ളതായ ദൈവ സാന്നിധ്യവും തന്നോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ സോമൻ പാസ്റ്റർ ശരീരത്തിൽ ബലഹീനാണ്. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം. ഇന്ന് രാവിലെ ബാബുറുടെ ശരീരത്തിൽ ബലഹീനാണെന്ന് അറിയിച്ചു. ദൈവം പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മകനോട് കടന്നു മാറി മാറി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ ദൈവം നമ്മോട് സംസാരിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസം സോമൻ പാസ്റ്റർക്ക് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അറിഞ്ഞ ദൈവമക്കളെല്ലാം വളരെ മാനസികമായിട്ട് ക്ഷീണിക്കുകയും ദൈവത്തോടെ നമ്മുടെ സങ്കടം നാം പറഞ്ഞു. ദൈവം നമ്മുടെ പ്രാർത്ഥന സിസ്റ്ററിനെ വിളിച്ചപ്പോൾ ഞാൻ കൊടുത്ത ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: ദൈവം ഈ വർഷം ആർന്നുള്ള വാക്യം ഓർത്ത് ധൈര്യമായി പ്രാർത്ഥിക്കാൻ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അത് മുറുകെ പിടിക്കാൻ അത് ദൈവം നമുക്ക് വാക്കാണ്. ഞാൻ നിന്നെ ഉപേക്ഷിക്കും. ദൈവത്തിന് വാക്ക് പറഞ്ഞാൽ മാറാൻ കഴിയും. യോശുവയുടെ പുസ്തകത്തില് നാം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 21-ാമത്തെ 45-ാമത്തെ വാക്യം, 21-ന്റെ ഒടുവിലെ വാക്യം. ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പ്രോമിസ് വാഗ്ദാനങ്ങള് 1 അല്ല, 9 അല്ല, 1000. പരിശുദ്ധാത്മാവിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുൻപ് അവരുടെ പിതാവിനെ തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ കാലം മുതൽ എത്ര വർഷമായി? അബ്രഹാമിനെ തിരഞ്ഞെടുത്ത അന്ന് മുതലാണ് ഇസ്രായേലിന് ദൈവം വാക്ക് കൊടുക്കുന്നത്. യാക്കോബിന്റെ മക്കളായി തീർന്ന ശേഷമാണ് ഇസ്രായേൽ ഗോത്രം ഉണ്ടായത്. എങ്കിലും പിതാവായ അബ്രഹാം മുതൽ നിന്റെ സന്തതിക്ക് എന്ന വാഗ്ദാനങ്ങൾ കൊടുക്കാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെപ്പിച്ചു. ആ വാക്യം ഒന്നുകൂടി വായിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃഥാവാകാതെ. കണ്ടോ? കർത്താവിന്റെ പ്രാപ്തി കൊണ്ട് അതിൽ 99 ശരിയായി എന്നല്ല, ഒന്നും പ്രവൃത്തിയാക്കാതെ. ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് കഴിയുമോ എന്ന് ചിന്തിക്കത്തക്ക ഭയങ്കര വിഷയങ്ങളായി. എന്നാൽ ദൈവത്തിന് തന്റെ വാക്ക് പാലിക്കാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം തന്ന വാക്കിൽ മുറുകെ പിടിക്കണം. നമ്മുടെ കൈ അത് വിടാനായിട്ട് സർക്കാർ നന്നായി പാറ്റും. വിടരുത്, മുറുകെ പിടിക്കണം. ഇന്ന് ഈ വാക്കിൽ കൂടി ഉറപ്പിന് ധരിക്കുക. അവൻ പറഞ്ഞ വാക്കുകളിൽ ഒന്നും നിവൃത്തിയാകാതെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് മാറിപ്പോകാം. ഞാൻ മനുഷ്യനാണ്. കാശുണ്ടെങ്കിലും ചിലപ്പോൾ അത് നിവൃത്തിയിൽ വരുത്തുവാൻ കഴിയാതെ ദൈവം പറഞ്ഞ വാക്കുമാണ്. ദൈവത്തിന് വ്യത്യാസമില്ലാത്തതുപോലെ അവന്റെ വാഗ്ദാനങ്ങൾക്ക് വ്യത്യാസം. എന്തെങ്കിലും ഒരു സമയത്ത് ദൈവം നമ്മോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിൽ നമുക്ക് പിടിച്ചു. ചിലപ്പോൾ സമയമെടുക്കും. അത് തിന്മയ്ക്കല്ല. സോമൻ ഹോസ്പിറ്റലിൽ കിടന്ന് അനേകം പ്രാവശ്യം വെള്ളം ചോദിക്കും. പക്ഷെ ഡോക്ടർ കൊടുക്കത്തില്ല, സ്നേഹിക്കുന്ന ഭാര്യ കൊടുക്കത്തില്ല, മക്കൾ കൊടുക്കത്തില്ല, എന്തുകൊണ്ട് കൊടുക്കത്തില്ല? അദ്ദേഹത്തിന് ദാഹമുണ്ട്, വെള്ളം കുടിക്കാൻ പല പ്രാവശ്യം ചോദിക്കുന്നു, പക്ഷെ കൊടുക്കാത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കത്തില്ലെന്നാണ്, കൊടുക്കേണ്ട സമയത്ത്. ഇത് സത്യമാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മൾ ചോദിക്കുന്നതിനെ പലതും തരാത്തത് ഡോക്ടറുടെയോ എന്റെയോ നന്മയ്ക്കല്ല,
സോമഭാസക്ക് വെള്ളം കൊടുക്കാത്തവർ അദ്ദേഹത്തിന് ആ ദൈവം നമ്മുടെ ജോലിക്ക് തരാതെ വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ വിശ്വസിക്കുക. അപ്പോഴും പറയണം, ഈ വെള്ളം തരാതെ ഇപ്പോൾ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതും നന്മയ്ക്ക്. പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും വലുതാണ് ദാഹം. അടുത്ത വെള്ളം ഇരിപ്പുണ്ട്, സത്യമാണ്. പക്ഷെ ദൈവം നല്ലതാണ്. ഒരിക്കൽ പോലും മനസ്സിൽ പോലെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നന്മയ്ക്ക് അകത്ത് പറയണം, നന്മയ്ക്ക്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് സാധിച്ചു കൊടുത്തിട്ട് എനിക്കത് സാധിക്കാത്തത് നന്മയ്ക്ക്. ധൈര്യമായി ഈ വാക്കുകളെ അകത്ത് ഉറപ്പിക്കും. ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം എന്നെ വിളിച്ചു, പാസ്റ്ററെ, ഒരു വിവരവും പലരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് ബാബുവിന്റെ ശബ്ദവും ആ വിഷമവും ഫോണിൽ കൂടെ മനസ്സിലായി. ജോലി ചെയ്യാൻ കഴിയാതെ ആ മനുഷ്യൻ വിഷമിക്കുക. എന്റെ അകം സന്തോഷിച്ചു. ആത്മീയ ബന്ധം എനിക്കൊന്നുകൂടെ താല്പര്യം. ദൈവമേ, ഇതാണ് ഞാൻ ആശിക്കുന്നത്. നമുക്ക് ആ ബന്ധം വേണം. ഞാൻ ഉടനെ പറഞ്ഞു, ഈ വാക്യം തന്നെ ഞാൻ വീണ്ടും ഓർമ്മിച്ചു. ദൈവം നമ്മുടെ വാഗ്ദാനം മുഴുവൻ പിടിക്കണം. അമ്മ ശിശുക്ക് കൊടുത്ത സൗഖ്യം ഓർത്ത് സ്തോത്രം പറയാം. ആ ദൈവമാണ് ഈ ദൈവം. ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. ഈ ദൈവമാണ്. ശിവഭാസ്കർ ദൈവം വിടുതൽ കൊടുക്കും. അവർ വാക്കോടെ കയറ്റി പറഞ്ഞു, ബാബുവിന്റെ വീട്ടിൽ ബാബുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വിഷമമാകും. അതുകൊണ്ട് മനസ്സ് ധൈര്യപ്പെടുത്താൻ എന്നിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറപ്പ് കൊടുത്തു. എങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ വിഷയത്തിന് പോകത്ത് നമ്മൾ പതറിപ്പോകും. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. നമ്മൾ വിചാരിക്കും മഴ പെയ്തത് കൊണ്ടായിരിക്കും തൊണ്ട പോകുന്നത്. ഒന്നുമല്ല, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചാൽ നമ്മുടെ ശരീരം വീക്കായി പോകും. മനസ്സ് ക്ഷീണിപ്പിക്കുക. ദൈവത്തിൽ ഉറയ്ക്കണം. ദൈവത്തിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, പാടണം, വചനം വായിക്കണം, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കണം. നിരാശയുടെയും പ്രയാസത്തിന്റെയും ചിന്തകളെ അകത്തുനിന്ന് പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളെ ദൈവത്തിൽ വിട്ടുകൊടുക്കണം. സ്തോത്രം. കാതലായതിനെ പിടിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ബലപ്പെടാൻ കഴിയൂ. സ്തോത്രം. എലീശായോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? എലീശ മറുപടി പറഞ്ഞു, എനിക്ക് ഏലിയാവിന്റെ ഇരട്ടി പങ്ക് കിട്ടണം. ഏലിയാവിനോടുള്ള ബന്ധത്തില് മറ്റനേക കാര്യം ഈ മനുഷ്യന് ചോദിക്കാം. ഏലിയാവിന്റെ കൂടെ